വെക്കേഷൻ എങ്ങനെയെങ്കിലും പോകണമെന്നുള്ള ആഗ്രഹമായിട്ട് ഞങ്ങൾ ചെന്നെത്തിപ്പെട്ടതോ ഡൽഹിയിലേക്ക്. ഈ ഡിസംബർ മാസത്തിൽ സൂര്യൻ എത്തി നോക്കാൻ പോലും മടിക്കുന്ന അങ്ങോട്ട് തന്നെ ട്രിപ്പ് പോകാനുള്ള ഞങ്ങളുടെ ധൈര്യത്തെ സ്മരിച്ചുകൊണ്ട് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഉണ്ണിയുടെ കയ്യിലാരാ? ഉണ്ണിയുടെ കയ്യിലാരാ? അതാരാ? ബബ്ബു ഉണ്ണിയുടെ ആരാ? എന്തിനാ കൊണ്ടുവന്നു ബബ്ബുവിനെ? നമ്മുടെ കൂടെ ഈ കുഞ്ഞു ദിദിയും കൂടി ഉള്ളതുകൊണ്ട് ഒരു എയർബിഎൻബി ആയിരുന്നു കേട്ടോ ബുക്ക് ചെയ്തിരുന്നത്. കൈലാഷ് കോളനിയിലായിരുന്നു നമ്മൾ സ്റ്റേ എടുത്തത്. അത് അത്യാവശ്യം ഒരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റേ ആയിരുന്നു. അവിടുന്ന് എല്ലായിടത്തേക്കും അത്യാവശ്യം ആക്സസിബിളും ആയിരുന്നു. പിന്നെ യൂബർ പോലെയുള്ള സംഭവങ്ങളുള്ളപ്പോൾ ഡൽഹി പോലുള്ളൊരു നഗരത്തിൽ ആക്സസിബിലിറ്റി ഒന്നും ഒരു വിഷയമേ അല്ല. നമ്മുടെ സ്റ്റേയുടെ അകത്ത് എന്തൊക്കെയുള്ളതെന്ന് കണ്ടുവല്ലോ. ഒരു ലിവിങ് റൂം, അതിനകത്ത് TV വിത്ത് യൂട്യൂബ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മുടെ ഒരു ബെഡ്റൂം, അത് അത്യാവശ്യം സ്പേഷ്യസ് ആയിരുന്നു. പിന്നെ മുകളുള്ളതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും കുക്ക് ചെയ്യാമെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നു. അപ്പോൾ അത്യാവശ്യം പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതിനകത്ത്. ഒരു കുക്കർ, ദോശാപ്പാൻ, കറി വയ്ക്കാനുള്ള പാത്രം, കെറ്റിൽ, അങ്ങനെ അത്യാവശ്യം നമുക്ക് ജീവിച്ചു പോകാനുള്ള എല്ലാം ഉണ്ടാക്കാനുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ബാത്റൂം, ഒരു സ്റ്റേയിൽ ബാത്റൂം വൃത്തിയുണ്ടെങ്കിൽ തന്നെ നമുക്ക് പകുതിയിലേറെ ആശ്വാസമാണ്. എന്തായാലും ആ കാര്യത്തിൽ ഞാനിവിടെ ഹാപ്പിയാണ്. പിന്നെ കേരള ഹൗസിൽ നിന്ന് ഒരു അടിപൊളി ലഞ്ചും കഴിച്ച് നമ്മൾ വന്ന കാര്യത്തിലേക്ക് കടന്നു, കാഴ്ചകൾ കാണാൻ. ഫസ്റ്റ് നമ്മൾ പോയത് ഗാന്ധി സ്മൃതിയിലേക്കാണ്. ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് 144 ഡേയ്സ് ഇവിടെ സ്പെൻഡ് ചെയ്തു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹം യൂസ് ചെയ്തിരുന്ന മിതിയടി, കണ്ണട, അദ്ദേഹത്തിൻ്റെ കട്ടിൽ എല്ലാം ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് ജേർണി അതും ഇവിടെ ഇല്ലസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അസാസിനേഷൻ നടന്നതും ഇവിടെ വെച്ചിട്ട് തന്നെയാണ്. ആ അസാസിനേഷൻ ഗ്രൗണ്ടിലേക്ക് അദ്ദേഹം പോയിട്ടുള്ള വഴി എല്ലാവരും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഓൾഡ് പാർലമെൻറ്റ്, ന്യൂ പാർലമെൻറ്റൊക്കെ കണ്ടു കേട്ടോ. അത് ഞങ്ങൾ കണ്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കണം. കാരണം നമ്മുടെ കയ്യിൽ ഫോട്ടോ ഒന്നുമില്ല, അവിടെ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല. അതിനുശേഷം നമ്മൾ പോയത് 10th സെഞ്ച്വറിയിൽ ഉണ്ടാക്കിയ ഒരു സ്റ്റെപ്പ് വെല്ല് കാണാനാണ്. അഗ്രസൻ കി ബൗലി, അത് അങ്ങനെ തന്നെയാണോ പറയാമെന്ന് എനിക്കറിയില്ല. എന്തായാലും പ്രൊനൗൺസിയേഷനിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കൂ. പിന്നെ അന്നത്തെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇന്ത്യ ഗേറ്റ്, അതൊരു വാർ മൊണ്യൂമെൻ്റ് ആണ്. അതിനെപ്പറ്റി പിന്നെ ഞാൻ പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ. അതുകൂടെ കണ്ട് നേരെ റൂമിലേക്ക് വന്ന് ഒരു കുക്കർ ബിരിയാണിയും കഴിച്ചു. അതോടുകൂടി ശുഭം.